സംസ്ഥാനത്ത് അധ്യാപികമാരെ ഇടനിലക്കാരാക്കി ലഹരിമരുന്ന് കടത്തുന്ന വലിയ സംഘം പ്രവർത്തിക്കുന്നതായി സൂചന. പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയുടെ ഭാഗമായി വടകരയിൽ ഒരു അധ്യാപിക കൂടി കഴിഞ്ഞ ദിവസം പിടിയിലായതോടെയാണ് ഞെട്ടിക്കുന്ന ആ വിവരങ്ങൾ പുറത്തുവന്നത്. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ കൂരാച്ചുണ്ട് കാപ്പുമുക്ക് സ്വദേശി കാവ്യയും താൽക്കാലിക കായിക അധ്യാപികയായ മരുതോങ്കര സ്വദേശി KC കീർത്തനയുമാണ് പിടിയിലായത്. അന്വേഷണത്തിൽ കാവ്യയുടെ ബാങ്ക് അക്കൗണ്ട് വഴി MDMA വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആദ്യം പിടിയിലായത് താൽക്കാലിക കായിക അധ്യാപികയായ കീർത്തനയായിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ കാവ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവരും ഉൾപ്പെട്ട സംഘം ജില്ലയിലെ MDMA വിതരണ ശൃംഖല നിയന്ത്രിച്ചിരുന്നതായിട്ടാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. ലഹരി വാങ്ങാനെത്തുന്നവർ ആദ്യം ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയക്കും. തുടർന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘത്തിലെ മറ്റ് അംഗങ്ങൾ MDMA ആവശ്യക്കാർക്ക് കൈമാറുന്നതായിരുന്നു പ്രവർത്തന രീതി. പിടിയിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. കീർത്തനയെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പിടികൂടിയിരുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് പണമിടപാട് നടത്തിയ മുഖ്യപ്രതിയായ കാവ്യയെ ശനിയാഴ്ച പോലീസ് പിടികൂടിയത്. കീർത്തനയും ഇപ്പോൾ പിടിയിലായ കാവ്യയും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. വളരെ ആസൂത്രിതമായ രീതിയിലായിരുന്നു ഇരുവരുടെയും ലഹരി ഇടപാടുകൾ. ലഹരിമരുന്ന് ആവശ്യമുള്ളവർ കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം അയച്ചിരുന്നത്. ദിവസങ്ങൾക്ക് മുൻപേ ആവിക്കൽ സ്വദേശിയായ സബുവാൻ എന്ന യുവാവിനെ 2 ഗ്രാം MDMAയുമായി പോലീസ് ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയിരുന്നു. ഇയാളുടെ ഫോൺ രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കീർത്തനയിലേക്ക് എത്തിയത്. കീർത്തനയെ ചോദ്യം ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് മുഖ്യപ്രതിയായ കാവ്യയിലേക്ക് അന്വേഷണം എത്തിയത്. SI ഷമീർ, ASIമാരായ സിജേഷ്, ഷീന, ഷീബ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. എന്തായാലും വിദ്യാഭ്യാസ മേഖലയെയും അധ്യാപക സമൂഹത്തെയും ഒന്നാകെ നാണം കെടുത്തുന്ന സംഭവമാണ് വടകരയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയാകേണ്ട അധ്യാപികമാർ തന്നെ ഇത്തരം ലഹരി ശൃംഖലകളുടെ ഭാഗമാകുന്നത് പോലീസ് ഗൗരവത്തോടെയാണ് കാണുന്നത്. ലഹരി കടത്തിന് പിന്നിൽ കൂടുതൽ അധ്യാപകർക്കോ പ്രാദേശിക കച്ചവടക്കാർക്കോ പങ്കുണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. മേഖലയിൽ ഓപ്പറേഷൻ തൂഫാൻ പരിശോധന കൂടുതൽ ഊർജിതമാക്കുമെന്നും പ്രതികളുടെ ലഹരി ശൃംഖലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭ്യമാകുമെന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു.